അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ ടീസർ റിലീസായിരിക്കുകയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ടൊവിനോ, തൃഷ, വിനയ് റായ്, ഒരു കുറച്ചധികം ആൾക്കാരുണ്ട്. എനിക്കൊന്ന് അജു വർഗീസ് അല്ലേ, മേജർ രവി തുടങ്ങി കുറച്ചധികം ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട് പടത്തിൽ. ഇതിൻ്റെ ഡയറക്ടേഴ്സ് ആക്ച്വലി അഖിൽ പോളും അനസ് ഖാനും അല്ലേ. അത് നമ്മുടെ ഫോറൻസിക് ചെയ്യുന്ന ടീം. ഫോറൻസിക് അത്യാവശ്യം ഒരു ഡീസൻറ്റ് പടമാണ്. ഫോറൻസിക് ഒരു ഹിറ്റ് പടമായിരുന്നു, ഒരു ഇൻവെസ്റ്റിഗേറ്റർ ത്രില്ലർ പടമല്ലേ. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പം ഒരു ത്രില്ലർ വൈബാണ്. അതിൻ്റെ ടീസർ ഒന്ന് കണ്ടോ എന്താ പറ്റുന്നത്. അവർ വീണ്ടും ടൊവിനോയെ വെച്ച് തന്നെ, അതെ, ടൊവിനോയെ വെച്ച് തന്നെ വീണ്ടും വന്നിരിക്കുകയാണ് അടുത്ത സിനിമയായിട്ട്. നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഫാണെന്ന് തോന്നുന്നല്ലേ പേരൊക്കെ കേട്ട്. അതിൻ്റെ പോസ്റ്റർ കണ്ടോ, ഒരു ആ ലുക്കാണ്. അപ്പം നമുക്ക് അതിൻ്റെ ടീസർ കണ്ടു നോക്കാം. പ്ലേ ചെയ്യും. ആദ്യം നമുക്കായുള്ള ഫേസിന്റെ ഏകദേശം ഒരു ഷേപ്പിംഗ് തുടങ്ങാം. നല്ലപോലെ എന്താ പറയുക, പെൻഡഗൺ ഷേപ്പ്. ഓ അതെന്താ സംഭവം? ടെനറ്റല്ലേ? ടെനറ്റ് പോലെ തോന്നി. വിറ്റ്നസ് എന്നൊക്കെ പറയുമ്പോൾ സംഭവത്തിന്റെ ഏറ്റവും വലിയ മാത്രം കണ്ടെന്ന ടീമാണ്. ഫോട്ടോഗ്രാഫർ മെമ്മറി അവൾക്കെല്ലാം നല്ല വ്യക്തമായ ഓർമ്മയുണ്ട്. എല്ലാവരുടെ കണ്ണിൽ ഫോക്കസ് വരുന്നതാണ്. റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ജെയ്ക്സ് ബിജോയ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിരിക്കും. വിശാഖ് നായർ, അഖിൽ ജോൺ. എന്താണ് എല്ലാവരുടെയും പേരെഴുതിയിരിക്കുന്നത്? കണ്ണ് മറച്ചോളാണ്. എല്ലാവരുടെയും കണ്ണ് നേരത്തെ ഒരു പ്രാവശ്യം കാണിച്ചു തരുന്നു. ബലം പിടിച്ചാണ്. ടൊവിനോയുടെ നടത്തത്തിലൊക്കെ വ്യത്യാസമുണ്ട്. കൈ അടക്കുന്നില്ല. ഇല്ല, കൈ വീശാന്നുള്ള നടത്തേ. അതിൽ തന്നെ പേരുണ്ടല്ലോ, ഐഡന്റിറ്റി. അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ. ഐഡന്റിറ്റി ഉണ്ട്. ജാനുവരി ബുള്ളറ്റ്സ് ഉണ്ട്. ഈ ബഹളമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട്, അതെ, ക്രിസ്മസ് ബഹളം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അതെ, അടുത്ത വർഷത്തെ മെയിൻ ഫസ്റ്റ് റിലീസായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതങ്ങനെ ഫെസ്റ്റിവലിൽ കാണുന്ന രീതിയിൽ പടമല്ലല്ലോ, ഇത് ഇച്ചിരി ശ്രദ്ധിച്ചിരുന്ന് കണ്ട പടം. പക്ഷേ ഇത് ഭയങ്കര പ്രൊഡക്ഷൻ ക്വാളിറ്റി, നല്ല രസമായിട്ടുണ്ട്. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട് പടത്തിന്. അത് കാണാനുണ്ട്. അനമോർഫിക്കിലാണെന്ന് തോന്നുന്നു ഷൂട്ട് ചെയ്ത്. മീൻസ് അതിൻ്റെ റേഷ്യോ ഉണ്ടോ ഭയങ്കര. അത് നല്ല രസമുണ്ട് കേട്ടോ പടം. നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവൻ ആക്ച്വലി എന്തെങ്കിലും സ്കെച്ച് ആർട്ടിസ്റ്റ് ആണോ അല്ലേ, അങ്ങനെ എടുത്തൊരു പരിപാടി. തൃഷയുടെ മലയാളത്തിൽ കുറേ നാളായല്ലേ തൃഷ എനിക്ക് പിന്നെ റാം ചെയ്തോണ്ടിരിക്കുകയാണ്, പൊക്കോണ്ടിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ പടം തീരാത്തതുകൊണ്ട് അറിയുന്നില്ലല്ലോ എന്ത് വരുമോന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് കൊള്ളാം, ഒരു ഇൻട്രസ്റ്റിംഗ്. ജെയ്ക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രസമുണ്ട്. ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഈ വർഷവും ഫസ്റ്റ് ടൊവിനോടൊരു പോലീസ് സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ, അതും അത്യാവശ്യം അന്വേഷിപ്പിൻ കണ്ടെത്തും. അതും അത്യാവശ്യം ഓടിയ പടമാണ്. ലാസ്റ്റത്തെ മറ്റേ ഷോട്ട് കണ്ടോ, ഈ 3 പേർ, അതായത് ഈ മെയിൻ ക്യാരക്ടർ 3 പേരുടെയും കണ്ണിൻ്റെ അവിടെ മറ്റേ പറയുക, എനിക്കൊന്ന് കണ്ണായിരിക്കും പടത്തിന് മറ്റേ ഒരു കീ എലമെൻ്റ് ആയിട്ട് വരുന്ന സംഭവം എല്ലായിരിക്കും മേ ബി. അതുകൊണ്ടായിരിക്കും ടൊവിനോയുടെ ഡയലോഗും കാര്യങ്ങളും എല്ലാം ഇത്തിരി സാധാരണ ടൊവിനോയുടെ ഒരു സ്റ്റൈലിൽ നിന്ന് ഭയങ്കരമായിട്ട് പുള്ളി നടത്തം എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നടക്കുന്നുണ്ടോ ഇങ്ങനെ കൈ അനക്കാതെ പുള്ളി ഇങ്ങനെ നടന്നു പോകും. അത് എന്തൊക്കെയോ മറ്റേ ഒരു ഹിഡൻ പരിപാടി ഉണ്ട് ഇതിൻ്റെ അകത്ത് കുറേ. അത് കൊള്ളാം. അത് ഒരു പുതിയൊരു ഫ്രഷ്നെസ് ഉണ്ട് ഇതിനകത്ത് മൊത്തത്തിൽ അല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി ആയിട്ട്. പിന്നെ ടെനറ്റിൻ്റെ ഒരു ഷോ, ടെനറ്റ് പോലെ ഷോട്ട്, അതായത് റിവേഴ്സിൽ നടക്കുന്ന, റിവേഴ്സിൽ അത് മറ്റേ ടെനറ്റിൽ പറയുമ്പോൾ റിവേഴ്സ് അല്ല, ഇൻവേഴ്സ് ടൈം ഇൻവേർഷൻ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതേപോലെ ഒരു ഷോട്ട് കണ്ട് തോക്ക് കറങ്ങി കയ്യിൽ വരുന്നത്, അത് ആക്ച്വലി ഇത് കൊള്ളാം. അത് എന്താ പരിപാടി എന്നൊരു പിടുത്തില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇനി എന്തെങ്കിലും ഇവർ ഏതെങ്കിലും ഒരു കേസിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി നമ്മൾ വിവരിക്കുമ്പോൾ ആ ഇൻസിഡൻറ്റിനെ റിവേഴ്സ് ഓർഡറിൽ കാണിക്കുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടി ഉപയോഗിച്ചായിരിക്കും. പക്ഷേ എന്തായാലും ഇതിൻ്റെ അകത്ത് വിനയ് റായ് വില്ലൻ അല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു കേട്ടോ. ഇയാളെ കാണിക്കുമ്പോൾ തന്നെ പുള്ളി പോലീസല്ലേ, ഒരേ ടൈപ്പ് ഓഫ് റോൾസ് ചെയ്ത് കറക്റ്റ് പുള്ളിയെടുത്ത് തന്നെ വരും, പുള്ളി അത് ചെയ്യുകയും ചെയ്യും. സെയിം റോൾ മറ്റേ ഒന്ന് ഇടക്കുന്നതിനകത്ത് മറ്റേ ക്രിസ്റ്റഫറിനകത്തും ഒരേ റോളാണ് പുള്ളിക്കത്. അത് കണ്ടിട്ട് വിളിച്ചാൽ തോന്നുന്നു. ഇതേപോലെ തന്നെയായിരുന്നു നമ്മുടെ സ്നേഹയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, നമ്മുടെ പ്രസന്ന. ഇവർ രണ്ടുപേരും ഏകദേശം നല്ല സുന്ദരന്മാരായ വില്ലന്മാർ. ആ ഒരു ലേബലിലുള്ള സാധനങ്ങൾ കുറേ നാളായിട്ട് ഇവരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉപയോഗിച്ചുള്ളവർ തോന്നി കണ്ടിട്ട്.
വിനയറായി കണ്ടറിയാൻ ബാക്കി. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ട്രെയിലർ വരട്ടെ. ഏതായാലും ട്രെയിലർ ഈ മാസം അവസാനത്തേക്ക് ട്രെയിലർ ഉണ്ടാവും തോന്നുന്നു. നല്ല പ്രതീക്ഷയുണ്ട് കേട്ടോ. അതെ അതെ, ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം. ഇന്നിറങ്ങിയ മൂന്നും ടീസറുകളും ഭയങ്കര അടുത്ത മെയിൻ മൂന്ന് ടൈപ്പാണ്, മൂന്ന് ടൈപ്പ് ഓഫ് മൂവീസ് ആണ്, സംഭവങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? അങ്ങനെയുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇനി 2 ഈ വർഷം വരും, ഇത് അടുത്ത വർഷം എന്തായാലും. അപ്പോൾ ഇനി ഇതിൻ്റെ ട്രെയിലർ വരട്ടെ. നമുക്ക് ഇനി ഇതിൻ്റെ ട്രെയിലർ വെയിറ്റ് ചെയ്യാം. ട്രെയിലർ വന്നിട്ട് ട്രെയിലറിൻ്റെ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും.